ഹായ് പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിരവധി പുരോഹിതർക്കെതിരെ ഒത്തിരിയേറെ ആക്ഷേപങ്ങൾ നാം കേൾക്കാറുണ്ട്. ചില ചാനലുകാർ പുരോഹിതരെ ആക്ഷേപിക്കാൻ വേണ്ടി തന്നെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. എവിടെയെങ്കിലും ചീഞ്ഞു നാറുന്ന വാർത്ത കിട്ടിയാൽ അതിൻ്റെ പുറകെ തന്നെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ ഉദ്ദേശം ക്രൈസ്തവ സഭകളെ ആക്ഷേപിക്കുക എന്ന നിരന്തരമായ ഉദ്ദേശം അത് മാത്രമാണ്. തികച്ചും പൈശാചികമായ ചാനലുകൾ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയണം. എന്നാൽ എല്ലാ പുരോഹിതരെയും നമുക്ക് ഒന്നിച്ച് വെള്ളപൂശേണ്ട കാര്യവുമില്ല. പുരോഹിതർക്കിടയിൽ മോശമായി പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞ് ചുമതലകളിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. പുരോഹിതർക്കിടയിൽ വിശുദ്ധി സംരക്ഷിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ചീത്തയായി പുരോഹിതനെ വേണ്ട വിധം നിയന്ത്രിച്ചില്ലെങ്കിൽ സഭയ്ക്ക് വളരെ നാണക്കേടാകും എന്ന വിഷയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ വളരെയേറെ ശ്രദ്ധാപൂർവ്വം ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതിൽ അലംഭാവം കാണിക്കുന്നത് വഴി, അവർക്ക് എവിടെയും മേഞ്ഞു നടക്കാൻ അവസരം കൊടുക്കുന്നത് വഴി ഉണ്ടാകുന്ന വലിയ നാണക്കേടുകൾ സഭയ്ക്ക് മൊത്തത്തിൽ നാണക്കേടാണെന്ന് മാത്രമല്ല നല്ല പുരോഹിതർക്കും നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. എത്ര നല്ല പുരോഹിതരുണ്ട്. അനാഥരെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച അച്ഛന്മാർ എത്രയോ ഉണ്ട്. ഇടവക പള്ളിയിൽ നല്ലൊരു പുരോഹിതനായി വളരെ വിശുദ്ധിയോടെ പ്രവർത്തിക്കുന്ന എത്രയോ അച്ഛന്മാരെ എനിക്കറിയാം. ഒരു 30 കൊല്ലത്തോളമായുള്ള ആത്മീയ ശുശ്രൂഷ, ധ്യാനപ്രസംഗവും മറ്റ് പാവങ്ങളെ ശുശ്രൂഷിക്കലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ടെത്തിയ നൂറുകണക്കിന് പുരോഹിതരെ, വളരെ പുണ്യവാന്മാരായ പുരോഹിതരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ധ്യാനിപ്പിക്കാൻ പോയ ഒരു പള്ളിയിൽ 10 മണിക്ക് കിടന്ന് ഞാൻ രാത്രി 1:30 ഉണരുമ്പോൾ പള്ളിയിൽ വെളിച്ചം കണ്ടു. പള്ളിക്കുള്ളിൽ പാതിരായ്ക്ക് എന്താണ് വെളിച്ചമെന്ന് കരുതി ഞാൻ ചെന്ന് നോക്കുമ്പോഴാണ് വികാരിച്ചൻ മുട്ടുമേ നിന്ന് കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയുള്ള എത്രയോ വികാരിച്ചന്മാർ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഇടവക ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എത്രയോ നല്ല രീതിയിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നു. എത്ര അച്ഛന്മാർ പേരെടുത്ത് പറയാൻ തക്ക രീതിയിൽ നല്ല പുണ്യവാന്മാരായി ഉച്ചഭക്ഷണം സ്ഥിരമായി ഉപേക്ഷിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ അച്ഛന്മാരിനെ ഉപവസിച്ച് ശുശ്രൂഷ ചെയ്യുന്നത്. ഒരു മാസത്തേക്കൊന്നുമല്ല, സ്ഥിരമായി ഉച്ചഭക്ഷണം കഴിക്കാതെ ഉപവസിക്കുന്ന അച്ഛന്മാർ, സ്ഥിരമായി മാംസമോ മീനോ കഴിക്കാതെ വെറും പച്ചക്കറി മാത്രം കൂട്ടിക്കൊണ്ട് ജീവിക്കുന്ന അച്ഛന്മാർ. എന്നാൽ വളരെ ചീത്തകളെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുമുണ്ട് ഈ ശുശ്രൂഷക്കിടയിൽ. വളരെ പുണ്യവാന്മാരുന്ന പരിവേഷവും ഈ ചീത്ത അച്ഛന്മാർക്ക് ലഭിക്കുന്നതും എനിക്കറിയാം. പലപ്പോഴും ആൺകുട്ടികളെ കൂട്ടി ആക്ഷേപം പറയുന്നു, പെൺകുട്ടികളെ കൂട്ടി ആക്ഷേപം പറയുന്നു. ഇങ്ങനെ ആക്ഷേപം പറയപ്പെടുന്നത് കൊണ്ട് നല്ല ഹൃദയശുദ്ധിയുള്ള അച്ഛന്മാർക്ക്, കുട്ടികളെ നന്നായി സ്നേഹിക്കുന്ന അച്ഛന്മാർക്ക് കുട്ടികളെ കാണുമ്പോൾ ഒരു മുട്ടായി കൊടുക്കാൻ പറ്റുന്നില്ല. അടുത്ത് പോയി കുഞ്ഞിന് കയ്യെ പിടിക്കാനോ കുഞ്ഞിന് തോളത്തൊന്നും തട്ടാനോ പറ്റുന്നില്ല. പെൺകുട്ടികളെ ആൺകുട്ടികളെന്ന് വ്യത്യാസം കൂടാതെ വാത്സല്യം പ്രകടിപ്പിക്കുന്ന അച്ഛന്മാർക്ക് അതിന് അസാധ്യമായൊരു സ്ഥിതി പോലും വന്നിട്ടുണ്ട്. അതൊക്കെ ചീത്ത കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു സമൂഹം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുക. സഭയുടെ പല അനാഥാലയങ്ങളിലും അഗതി മന്ദിരങ്ങളിലും ഒരു നല്ല അപ്പൻ്റെ സ്നേഹവാത്സല്യങ്ങൾ മക്കൾക്ക് പകർന്നു നൽകുന്ന എത്രയോ പുണ്യവാന്മാരായ അച്ഛന്മാരെ എനിക്കറിയാം. കൈക്കുഞ്ഞായിരിക്കുന്ന അനാഥാവസ്ഥയിൽ കൊണ്ടുവന്ന് ആ അച്ഛൻ വളർത്തി ആ പെൺകുട്ടികളെ കെട്ടിച്ചു വിടുമ്പോൾ, കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ കണ്ണീരൊഴുക്കി അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പോകുന്നത് ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. നിർവൃതി അടയുന്ന നിമിഷങ്ങളാണ് അവർക്കത്. ഇടയ്ക്ക് എപ്പോഴേലും ഭർത്തഗൃഹത്തിൽ നിന്ന് വരുമ്പോഴും അച്ഛനെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന സ്നേഹം. കല്യാണം കഴിച്ചു വിട്ട പെണ്ണുങ്ങൾ എന്തിനാ അച്ഛനും ഉമ്മ കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അച്ഛന് മകളാണവൾ. ഇങ്ങനെ എത്രയോ ഹൃദയശുദ്ധിയുള്ള അച്ഛന്മാരെ എനിക്കറിയാം. എല്ലാവരെയും അടച്ചേൽപ്പിക്കാൻ പറ്റില്ല. സ്വന്തം കുഞ്ഞായിട്ട് കണ്ടു വളർത്തി, ലാളിച്ച് വളർത്തി ഉമ്മ കൊടുക്കുന്ന ഈ അച്ഛൻ ആ കുഞ്ഞുങ്ങളെ എല്ലാം മോശമായിട്ടാണ് കണ്ടതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ നന്മകൾ മനസ്സിലാക്കാനും ഹൃദയശുദ്ധിയുള്ള സ്നേഹം മനസ്സിലാക്കാനും അംഗീകരിക്കാനും നമുക്ക് കഴിയണം. ഹൃദയശുദ്ധി ഉള്ളവർക്ക് ആ നന്മ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ചിലർ കള്ളുകുടിയന്മാർ വിചാരിക്കുന്നുണ്ട് കള്ളു കുടിക്കാതെ ജീവിക്കുന്ന ഒരുത്തനെയെങ്കിലും കാണിച്ചു തരാമോ എന്ന് ചോദിക്കാറുണ്ട്. കള്ളു കുടിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നവർ ചിന്തിക്കുന്നത് പോലെ മറ്റു ചിലർക്ക് വൃത്തികേടുകളില്ലാതെ ജീവിക്കുന്ന ഒരാളെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവർ വൃത്തികെട്ടവരായതുകൊണ്ട് തന്നെയാണ്. വിശുദ്ധി ജീവിക്കുന്ന അനവധി പേരെ എനിക്കറിയാം. ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർക്കുകയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഒരിക്കൽ വികാരിച്ചനെ കാണുമ്പോൾ ആ വികാരി അച്ഛൻ എൻ്റെ ഭാര്യയുടെ തോളിൽ കയറ്റി നിൽക്കുകയാണ്. പെട്ടെന്ന് എന്താണ് വിചാരിക്കുക? ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാം. എന്നാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. സ്വന്തം കുഞ്ഞിനെ പോലെ കണ്ട് ഓമനത്വത്തോടുകൂടി ആ അച്ഛൻ തോളിൽ കയറ്റി ചേർത്ത് പിടിച്ചിരിക്കുന്നതും അവർ അപ്പൻ്റെ വാത്സല്യം അനുഭവിച്ച് സന്തോഷത്തോടുകൂടി പൂവിടുന്ന പോലെ ചിരിയുമായി നിൽക്കുന്നതും എന്നെ വളരെയേറെ സന്തോഷിപ്പിച്ചു. ആ സ്നേഹം തിരിച്ചറിയാൻ കഴിയണം. അത്ര നല്ല ഹൃദയശുദ്ധിയുള്ള സ്നേഹം പ്രോത്സാഹിപ്പിക്കണം. അവളുടെ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ മേൽ പ്രത്യേകിച്ചൊരു കഥ കൂടിയുണ്ട്. അവളുടെ അപ്പൻ ഇടയ്ക്ക് മദ്യപിച്ച് വഴിയോർത്തെങ്ങാനും കാണപ്പെട്ടാൽ അച്ഛൻ ഉടനെ വണ്ടിയിൽ കയറ്റി അച്ഛൻ്റെ പള്ളുമുറിയിൽ കൊണ്ടുപോയി അച്ഛന് കൊണ്ടുവന്ന ഭക്ഷണവും കൊടുത്ത് അവരുടെ മുറി കിടത്തി ഉറക്കാറുണ്ട്. ആളൊരു ലെവലായ ശേഷമാണ് വീട്ടിലേക്ക് വിടുന്നത്. ഇങ്ങനെയൊക്കെ ഒത്തിരിയേറെ മനുഷ്യസ്നേഹം കാണിച്ചിട്ടുള്ള അച്ഛന് ആ വ്യക്തിയുടെ മകളെ സ്വന്തം മകളെ പോലെ ചേർത്ത് നിർത്താൻ സ്നേഹിക്കാൻ കഴിയുന്നത് മകളെ മാത്രമല്ലെന്നേ, ആ സഹോദരങ്ങൾ എല്ലാവരും അച്ഛൻ അതുപോലെ സ്നേഹിച്ചിട്ടുള്ളത് എനിക്കറിയാം. ഇങ്ങനെ ഒന്നല്ല, ഒത്തിരി പെൺമക്കളും ആൺമക്കളും ഈ അച്ഛന്മാർക്കുണ്ടായിരിക്കും. അതെല്ലാം ഹൃദയശുദ്ധിയുടെ കാണാനുള്ള കണ്ണും നമുക്ക് വേണം. മദ്യപാനികളെയും ഏത് കുറ്റവാളികളെയും സഹാനുഭൂതിയോടെ കാണുന്ന ഈ അച്ഛൻ ഒടുവിൽ തലശ്ശേരി രൂപതയുടെ മദ്യവിമുക്ത കേന്ദ്രത്തിൽ മദ്യപാനികൾക്ക് വേണ്ടിയുള്ള ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ ചാർജ് വഹിച്ചപ്പോഴും ഈ മദ്യപാനികളെയൊക്കെ മേലധികാരിയെപ്പോഴല്ല നോക്കിയത്. ആ മദ്യപാനികളിലൊക്കെ സഹോദരനോ മകനോ അപ്പനോ ഒക്കെ പോലെ വളരെ ഹൃദയപൂർവ്വം വാത്സല്യത്തോടെ നോക്കിയതാണ്.
അതിന് തുല്യമായി അവരെ സ്നേഹിച്ച മറ്റച്ഛന്മാരെ എനിക്കറിയില്ല. ഈ അച്ഛൻ തലശ്ശേരി രൂപതയിലെ അന്ത്യാംകുളം ജോൺസൺ അച്ഛനാണ്. വളരെ മികച്ച നല്ല പിതൃഹൃദയമുള്ളൊരു അച്ഛനാണ്. ഇതുപോലെ ഒത്തിരി അച്ഛന്മാരെ എനിക്ക് പരിയെടുത്ത് പറയാനുണ്ട്. സമയക്കുറവുകൾ നീട്ടുന്നില്ല. സ്വന്തം കുടുംബത്തിൽ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോലെ അച്ഛന്മാർക്ക് ആ ഇടവകയിലുള്ള സ്വന്തം മക്കളെപ്പോലെ കാണുന്നവരുടെ അടുത്തും സ്നേഹം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് അംഗീകരിക്കണം. അപ്പോൾ ഈ കാര്യത്തിൽ നന്മകൾ കാണാൻ കഴിയണം. അച്ഛന്മാരൊക്കെ മോശമാണെന്നുള്ള ചിത്രീകരണം നിഗൂഢ അജണ്ട വെച്ചാണ്. കന്യാസ്ത്രീകളൊക്കെ മോശമാണെന്നുള്ള ചിത്രീകരണവും നിഗൂഢ അജണ്ട വെച്ചാണ്. വിശ്വാസികൾ ഈ കാര്യത്തിലൊന്നും പതറിപ്പോകരുത്. നന്മ ഉള്ള നിരവധി അച്ഛന്മാർ സഭയിലുണ്ടെന്ന് അംഗീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.